മാഷേ, തെരഞ്ഞെടുപ്പ് ഇങ്ങെത്തും മുമ്പേ, തീയതി പ്രഖ്യാപിക്കും മുമ്പേ അങ്ങ് എക്സ്ട്രീംസിലേക്കാണല്ലോ കാര്യങ്ങളുടെ പോക്ക്. അതായത് അരിവാൾ ചുറ്റിക കേരളം അധികാരത്തിൽ വരികയാണെങ്കിൽ ഭരിക്കുന്നത് BJP ആയിരിക്കുമെന്ന് ഇപ്പോൾ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് പറഞ്ഞിരിക്കുന്നു. ഇതിപ്പോൾ കളി തുടങ്ങുന്നതിന് മുമ്പേ അങ്ങ് സിക്സർ അടിക്കുന്ന ഒരു മട്ടിലേക്കാണല്ലോ പോകുന്നത്. സിക്സർ അടിച്ചങ്ങ് പറത്തുകയാണല്ലോ. അത് ഒരു രാഷ്ട്രീയമായ വലിയ മാനങ്ങളുള്ളൊരു പ്രസ്താവനയാണ്. ഇത് നമുക്ക് ഒറ്റക്കെടുക്കാൻ പറ്റുന്ന ഒരു പ്രസ്താവനയല്ല. കാരണം അതിനു മുന്നേ നമ്മൾ മറ്റൊരു സ്പൈറൽ സിക്സർ കേട്ടു. അത് AK ബാലൻ്റെ. AK ബാലൻ പറഞ്ഞത് UDF അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ കേരളം ഭരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ആഭ്യന്തരമന്ത്രി ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അതിന് സമാനമായ ഒരു ഡയലോഗാണ് യൂത്ത് കോൺഗ്രസിൽ നിന്ന് വന്നത്. യൂത്ത് കോൺഗ്രസ് പറഞ്ഞത് ഇതാണ്: അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ വോട്ട് ചെയ്താൽ RSSനെ അധികാരത്തിലെത്തിക്കുന്നതിന് തുല്യമായിരിക്കും എന്നാണ്. എന്നുവെച്ചാൽ രണ്ടുപേരും പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിൽ എക്സ്ട്രീം വർഗീയതയാണ്. ഒന്ന് ഹിന്ദു വർഗീയതയാണെങ്കിൽ മറ്റൊന്ന് മുസ്ലിം വർഗീയതയാണ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ ഒരു ഡയറക്ഷൻ നമ്മൾ നോക്കിയാൽ തെരഞ്ഞെടുപ്പിന് ഇനി ഒരുപാട് മാസങ്ങൾ ഇല്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് കേളി കൊട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യമായിട്ടുള്ള ചർച്ചാ വിഷയം: വർഗീയത എന്ന് പറയും. മുസ്ലിം വർഗീയതയും ഹിന്ദുത്വ വർഗീയതയും അതിൻ്റെ ഒരു ധ്രുവീകരണ പ്രക്രിയയിലേക്ക് കടന്നു. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഞാൻ കാണുന്നത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് കടന്ന തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മൾ പൊതുവെ കാര്യങ്ങൾ പരിശോധിച്ചാൽ മുസ്ലിങ്ങൾ ആരും തന്നെ CPMനോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനോ വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഞങ്ങൾ വോട്ട് ചെയ്യുന്നില്ല എന്ന് അവർ കൃത്യമായിട്ട്, അതായത് ന്യൂനപക്ഷങ്ങൾ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നില്ല. അത് മുസ്ലിങ്ങൾ മാത്രമല്ല, ക്രിസ്ത്യാനികളും വോട്ട് ചെയ്യുന്നില്ല. അതൊക്കെയാണ് നമുക്ക് തൃശ്ശൂർ കാണാൻ കഴിയുന്നൊരു കാര്യം. അതാണ് തൃശ്ശൂർ സംഭവിച്ച മാറ്റം എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മളത് വിലയിരുത്തേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന ന്യൂനപക്ഷം മുസ്ലിങ്ങളും അതേപോലെ ക്രിസ്ത്യാനികളും തൃശ്ശൂർ ലോക്സഭാ നിയോജകമണ്ഡലത്തിലെ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്ത് തരാം. അവർ തിരിച്ച് UDFലേക്ക് പോയി. അവർ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തില്ല. ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്ന ആളുകൾ പോലും ഇത്തവണ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ഞാൻ ചില മാർക്സിസ്റ്റുകാരോട് സംസാരിച്ച സമയത്ത് അവരെന്നോട് ചോദിച്ച ഒരു ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാതിരുന്നത്? ഇടതുപക്ഷം മുസ്ലിങ്ങൾക്കെതിരായിട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്തോ എന്ന് ഒരു ചോദിക്കണ്ടായിരുന്നു. നമുക്കറിയില്ല എന്താണ് ചെയ്തതെന്നും അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്നും യഥാർത്ഥത്തിൽ നമുക്കറിയില്ല. പക്ഷേ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു മുഖതാവിൽ നമ്മൾ നിൽക്കുമ്പോൾ ഈ മതേതരത്വം എന്ന് പറയുന്ന ഒരു സങ്കല്പം അത് ക്ലീനായിട്ട് എന്ത് ചെയ്യണം, പൊളിഞ്ഞു വീഴുന്ന കാഴ്ചയാണ് കാണുന്നത്. കാരണം ആരോ ചർച്ച ചെയ്യുന്നത് ഞാൻ കേട്ടത് ഇങ്ങനെയാണ്: ജമാഅത്തെ ഇസ്ലാമി ആണ് മതേതര പാർട്ടി, CPM വർഗീയ പാർട്ടിയാണ്. എന്നുവെച്ചാൽ CPM ഹിന്ദുത്വ വർഗീയ പാർട്ടിയായി മാറി എന്ന് പറയും. അങ്ങനെയൊക്കെയുള്ള ചർച്ചയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ, അതായത് അതാണ് നമ്മുടെ മതേതരത്വത്തിന് സംഭവിച്ചിരിക്കുന്ന ഒരു ദുരന്തമായിട്ട് കാണുന്നത്. അതിൻ്റെ ഒരു ഭാഗം ആയിട്ടാണ് ഞാൻ ഈ AK ബാലൻ്റെ പ്രസ്താവനയും അതേപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസ്താവനയും ഒക്കെ കാണുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ രണ്ടുപേരോടും, അല്ലെങ്കിൽ രണ്ടുപേരെന്ന് പറഞ്ഞാൽ യൂത്ത് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോൺഗ്രസ് UDFനോട് ചോദിക്കുന്നു, അതേപോലെ തന്നെ നമ്മൾ LDFനോട് ചോദിക്കുകയാണ് ചെയ്യുന്നത്. എവിടെയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയം നിങ്ങൾ പറയും? ഒരു തെരഞ്ഞെടുപ്പിനെ അഭിസംബോധന ചെയ്യുന്ന സമയത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മുഖ്യ ചുമതല എന്താണ്? ആ തെരഞ്ഞെടുപ്പിൽ വരുന്ന ജനങ്ങളെ അഭിസംബോധന ചെയ്യാനാണ്. അവരുടെ പ്രശ്നങ്ങൾ എന്താ? അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രശ്നങ്ങൾ, തൊഴിലില്ലായ്മയുടെ പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ നിത്യ ജീവിത ചെലവുകളിൽ വരുന്നതായിട്ടുള്ള വർധനവിനേക്കുള്ള പ്രശ്നങ്ങൾ, സ്റ്റാമ്പ് ഡ്യൂട്ടികൾ, മറ്റ് പലതരത്തിലുള്ള നികുതികൾ, വെള്ളക്കരം, വൈദ്യുതി, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ജനങ്ങളെ അലട്ടുന്ന നിത്യജീവിതത്തിൽ ജനങ്ങളെ അലട്ടുന്ന പ്രശ്നം. കാരണം ജീവിതം എന്ന് പറഞ്ഞാൽ ആത്യന്തികമായിട്ട് പണമാണ്. ജീവിതം എന്ന് പറഞ്ഞാൽ പണമായി ടിക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പണമില്ലാത്തവന് ജീവിക്കാനായിട്ട് പറ്റില്ല. നിങ്ങൾക്ക് ഉപ്പ് വേണമെങ്കിലും മുളക് വേണമെങ്കിലും കടുക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പണം വേണം. മരുന്ന് വേണം. മരുന്നൊക്കെ അങ്ങനെ പോകുന്നു. അതായത് ഇപ്പോൾ നമ്മൾ ആശുപത്രികളുടെ വിഷയങ്ങൾ ഒരുപാട് മേഖലയിൽ ഉയർന്നു വരുന്ന ഈ സംഭവവികാസങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എങ്ങനെ നിങ്ങൾക്ക് പരിഹരിക്കാനായിട്ട് കഴിയും എന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം നമ്മൾ ചോദിക്കുകയാണ് ചെയ്യുന്നത്. ജനങ്ങളുടെ ഈ പ്രശ്നങ്ങൾ എന്താണ് നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ മുഖ്യ വിഷയമായിട്ട് എടുക്കാത്തതെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തുകൊണ്ട് എടുത്തുകൂടാ? നിങ്ങൾ എന്തുകൊണ്ടത് പ്രകടമാക്കുന്നില്ല എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് മുന്നണികളുടെ മുന്നിൽ അവതരിപ്പിച്ചാൽ അവർക്ക് അതിനൊന്നും ഉത്തരവില്ല, അല്ലെങ്കിൽ അവരതിലേക്ക് പോകുന്നില്ല. കാരണം
ഏതെങ്കിലും ഒരു മുന്നണി അങ്ങോട്ട് പോയാൽ മാത്രമേ മറ്റൊരു മുന്നണി അങ്ങോട്ട് വരികയുള്ളൂ. അതിനു പകരം ഒരു മുന്നണി ഈ വർഗീയതയിലേക്ക് പോയാൽ മറ്റേ മുന്നണിയും വർഗീയതയിലേക്ക് പോകും. കാരണം വളരെ എളുപ്പത്തിൽ അവർക്ക് സാധിക്കുന്ന കാര്യം, ചെയ്യാൻ പറ്റുന്ന കാര്യം വർഗീയ ചർച്ചകളിലിടുക. കാരണമൊക്കെ മനുഷ്യർ പല ജാതിക്കൂട്ടുകളുടെ അതിനകത്ത് കിടക്കുകയാണ്. അപ്പം അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഈ വൈകാരികമായ മണ്ഡലം അതിൽ അവരെന്ത് ചെയ്യുന്നു, പതുക്കെ ആഞ്ഞ് തള്ളിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ തിരഞ്ഞെടുപ്പിനെ മൊത്തം വൈകാരിക പ്രഹേളിയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം അത് ജാതി പ്രഹേളിയമായിട്ട് മാറ്റുകയും ജാതിയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവനകളെല്ലാം തന്നെ ഇതിനെ തീപിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. വെള്ളാപ്പള്ളി നടേശൻ്റെ മുഖത്ത് കരിയോയിൽ ഒഴിക്കണം എന്ന യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസ്താവനയും പിന്നെ SNDPക്കാരെല്ലാവരും കൂടി പല സ്ഥലത്തും നടത്തുന്ന പ്രതിഷേധ പ്രകടനങ്ങൾ, അവരുടെ കോലം കത്തിക്കൽ, നോക്കൂ എന്തൊരു വലിയ ബഹളം. ആ ബഹളങ്ങളിൽ മുഴുവനും ഒക്കെ നമ്മൾ കാണുന്നത് കേൾക്കുന്നത് ഒക്കെ എന്തുമാത്രമാണ് ഈ വർഗീയമായിട്ടുള്ള ചേരിതിരിവുകളുടെ പ്രശ്നം മാത്രമാണ്. അപ്പോൾ വർഗീയമായിട്ടുള്ള ജനങ്ങളെ ചേരിതിരിക്കുന്ന ഒരു വലിയ ദുരന്ത ഭൂമിയിലാണ് യഥാർത്ഥം നമ്മൾ നിൽക്കുന്നത്. നമുക്കതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ സ്വഭാവത്തെ പോലും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല. എന്താണ് സാറിന് തോന്നുന്നത് ഈ പ്രസ്താവന? ഈ അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ വോട്ട് ചെയ്താൽ RSS ഭരിക്കും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? ഒരർത്ഥവും ഇല്ലാത്ത കാര്യമാണ്. പകരത്തിന് പകരം പറഞ്ഞു എന്നുള്ള ഒരു പ്രതികാരം മാത്രമല്ല, അതിൽ ഒരു രാഷ്ട്രീയമില്ല. CPM എന്ന് പറയുന്നത് ഇന്നും BJP നാഗശികാന്തം എതിർക്കുന്ന പാർട്ടി തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ BJPയെ എതിർക്കുന്ന പോലെ അല്ലെങ്കിൽ RSSനെ എതിർക്കുന്ന പോലെ അവർ ഇതുവരെ, ഇപ്പോഴത്തെ കാര്യം എനിക്കറിയില്ല, അവർ ഇസ്ലാമിക തീവ്രവാദികളെ എതിർത്തിരുന്നില്ല. തന്ത്രപരമായ ഒരു സമീപനം സ്വീകരിച്ചിരുന്നു. ഇപ്പോഴും ബംഗ്ലാദേശിൽ കഴിഞ്ഞ 35 ദിവസത്തിൽ 18 ഹിന്ദുക്കൾ കൊല്ലപ്പെടുകയും ഒരു സ്ത്രീ ബലാത്സംഗം ചെയ്യപ്പെടുകയും ചെയ്തപ്പോൾ അതിനെക്കുറിച്ച് ഒരക്ഷരം MA ബേബി മുതൽ ഇങ്ങേയറ്റത്തുള്ള സഖാക്കൾ വരെ ഒരക്ഷരം പറഞ്ഞിട്ടില്ല. അതിലാണ് എൻ്റെ പ്രതിഷേധം. പക്ഷേ BJP അവർ ശക്തമായിട്ട് എതിർക്കുന്നുണ്ട് ഇന്ന് വരെ, RSS പോലും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, തെരഞ്ഞെടുപ്പ് വിജയത്തിനുള്ള കുറുക്കു വഴികളിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് പറയേണ്ടത് പറയാതെ വിഴുങ്ങുന്നത്. കാരണം മൗനം ഒരു തന്ത്രമായി മാറുകയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും. നമുക്കിപ്പോൾ നരേന്ദ്രമോദി വെനിസ്വലൻ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയ വിഷയത്തിൽ മൗനം അവലംബിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഇതേപോലെ തന്ത്രപരമായ ഒരു അഭിപ്രായം പറഞ്ഞത്. പക്ഷേ ട്രംപിനെ എതിർത്ത് ഒന്നും പറഞ്ഞില്ല. അതെ, അതായത് ഓരോരുത്തരും ഇവര് കാത്തുവെക്കുന്ന ചില മൗനങ്ങളുണ്ട്. ആ മൗനങ്ങൾ എന്ന് പറയുന്നത് രാഷ്ട്രീയമായിട്ടുള്ള മൗനങ്ങളാണ്. അത് തീർച്ചയായിട്ടും അതിന് ഈ CPM അത്തരത്തിലുള്ള ഒരുപാട് മൗനങ്ങൾ സൂക്ഷിച്ചു വെച്ചു. അതാണ് പ്രശ്നം. അതിലൊന്നാണ് ഈ ബംഗ്ലാദേശിനോടുള്ള പ്രതികരണം. ബംഗ്ലാദേശിന്റെ പ്രശ്നത്തിൽ കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു, ബേബിയൊക്കെ ഇങ്ങനെ പ്രസ്താവന നടത്തണ്ടായി. പ്രസ്താവന നടത്തലല്ല പ്രശ്നം. അതെ, പ്രസ്താവന നടത്തണതും ഇതേപോലെ അതൊരു സൂത്രമാണ്. കാരണം എന്ന് വെച്ചാൽ അത് പ്രസ്താവന ചെയ്തില്ലല്ലോ എന്ന് വരണ്ടെന്ന് നടത്തുന്ന പ്രസ്താവന അങ്ങനെയല്ല. ശരിക്കും അതിലൊക്കെ വളരെ രൂക്ഷമായിട്ടുള്ള ഒരു ഇടപെടൽ തന്നെ യഥാർത്ഥത്തിൽ നടത്തേണ്ടതാണ്. പക്ഷേ അങ്ങനെ രൂക്ഷമായിട്ട് ഇടപെടൽ നടത്തിയാൽ സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് ഒരു ഇസ്ലാം വിരുദ്ധമായതാകുമോ എന്ന പേടി കൊണ്ടാണ്. അങ്ങനെയൊന്നും പേടിക്കേണ്ട കാര്യമില്ല. എവിടെയൊക്കെയാണോ മോശമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്ന ആ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുകയും നമ്മൾ എടുക്കേണ്ട നിലപാടിൽ നിൽക്കുകയും എതിർക്കേണ്ടവർ എതിർക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ആളുകൾ കൂടെ വരുന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല. അങ്ങനെ നമ്മുടെ നിലപാട് വ്യക്തമാക്കി കഴിയുമ്പോൾ വരാനുള്ളവൻ വന്നായി എന്ന നിലപാട് വേണം. അത് നമ്മളുടെ നിർഭാഗ്യവശാൽ നമ്മുടെ ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കൾക്ക് സാധ്യമല്ലാതായി കഴിഞ്ഞു എന്നാണ്. അത് CPI ആണ് വെള്ളാപ്പള്ളിയുടെ നിലപാടിനെ ശക്തമായി എതിർത്തുകൊണ്ടിരുന്നത്. ആ CPI തന്നെ അവസാനം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തു വരും തോറും എടുത്ത സമീപനം വേണ്ട, വെള്ളാപ്പള്ളിയെ പറ്റി ഇനി വേണ്ടണ്ട. അതെ, വെള്ളാപ്പള്ളിയെ കുറിച്ച് എല്ലാവരും മൗനങ്ങളിലേക്ക് പോവുകയാണ്. തന്ത്രപരമായ മൗനങ്ങളുടെ ഒരു കാലമാണ്, കോംപ്രമൈസിന്റെ ഒരു കാലഘട്ടമാണ് തെരഞ്ഞെടുപ്പ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.